ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് സൈബർ സ്പേസ് എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയ ഒരു ചോദ്യം പരിശോധിക്കാം. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവയുടെ സഹായത്തോടു കൂടി രൂപപ്പെടുത്തുന്ന വിർച്വൽ വേൾഡിന് എന്താണ് പറയുന്നത്? ഇവിടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. സൈബർ ഐഡൻറ്റിറ്റി, സൈബർ സ്വത്വം, എത്തിക്കൽ ഹാക്കിംഗ്, IoT, മെറ്റാവേഴ്സ്. എന്താണ് ഈ സൈബർ സത്വം അല്ലെങ്കിൽ സൈബർ ഐഡൻറ്റിറ്റി എന്ന് പരിശോധിക്കാം. സൈബർ സത്വം അല്ലെങ്കിൽ സൈബർ ഐഡൻറ്റിറ്റി എന്നുള്ളത് ഒരാൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊഫൈൽ നിർമ്മിക്കുന്നത് വഴിയോ, അല്ലെങ്കിൽ ഒരു സെർച്ച് ചെയ്യുന്നത് വഴിയോ, വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്യുന്നത് വഴിയോ, ഫോൺ നമ്പർ ഓൺലൈനിൽ ആഡ് ചെയ്യുന്നത് വഴിയോ, ഗെയിമിംഗ് ഐഡികൾ നിർമ്മിക്കുന്നത് വഴിയോ ഒക്കെ തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായി വരുന്ന അയാളുടെ സാന്നിധ്യത്തെയാണ്, സൈബർ വേൾഡിൽ ഉണ്ടാകുന്ന ഒരു പ്രസൻസിനെയാണ് സൈബർ ഐഡൻറ്റിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് എത്തിക്കൽ ഹാക്കിംഗ്. ഹാക്കിംഗ് എന്നത് ഉദ്ദേശിക്കുന്ന ഒരാളുടെ അനുമതിയില്ലാതെ ഒരാളുടെ നെറ്റ്വർക്കിലേക്ക്, കമ്പ്യൂട്ടറിലേക്ക് കയറുന്നതിനെയാണ് ഹാക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു പക്ഷേ കമ്പ്യൂട്ടർ ഡാമേജ് ആക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് മോഷ്ടിക്കുന്നതിനു വേണ്ടിയോ ഒക്കെയാണ് ഹാക്കിംഗ് നടത്തുന്നത്. എന്നാൽ എത്തിക്കൽ ഹാക്കിംഗ് എന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ സുരക്ഷാ പഴുതുകൾ കണ്ടെത്തുന്നതിനോ അതിൻ്റെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനോ ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന, നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഹാക്കിങ്ങിനെയാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. IoT എന്നത് കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങളാണ്. ഇപ്പോൾ ഓൺലൈനിൽ ഫ്രിഡ്ജ് പ്രവർത്തിപ്പിക്കുക, ഓൺലൈനിൽ ഫാൻ കൺട്രോൾ ചെയ്യുക, എയർ കണ്ടീഷൻ കൺട്രോൾ ചെയ്യുക, അങ്ങനെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഉപകരണങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് IoT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറ്റാവേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെയും അതുപോലെ വിർച്വൽ റിയാലിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിൻ്റെ എല്ലാം സഹായത്തോടു കൂടി നിർമ്മിച്ചെടുക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ വേൾഡിനെയാണ് മെറ്റാവേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കൃത്യമായ ആൻസറിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി, മെറ്റാവേഴ്സ് എന്നുള്ളതാണ്. മറ്റൊന്നാണ് 10th ഫിസിക്സ് പാഠപുസ്തകത്തിൽ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ, ആ ഒരു സൈൻ കൺവേർഷനെ കുറിച്ചിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നതിന് വേണ്ടി ഇതിൽ ഏത് വെബ്സൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? Kerala.gov.in എന്നുള്ളത് കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. Google.com എന്നുള്ളത് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി, ബ്രൗസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഏത് ഡീറ്റെയിൽസും ബ്രൗസ് ചെയ്യാം. അപ്പോൾ അതൊരു ആധികാരികമായിട്ടുള്ള വെബ്സൈറ്റിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. മറ്റൊന്നാണ് യൂട്യൂബ്, അത് വീഡിയോ കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇവിടെ semanticscholar.org ഇതാണ് ആൻസറായിട്ട് വരുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ 1-2 സൂചനകൾ കൂടി നൽകിയിട്ടുണ്ട്. ഗൂഗിൾ സ്കോളർ, സെമൻറ്റിക് സ്കോളർ, കൺസെൻസസ് തുടങ്ങിയവ സഹായത്തോടു കൂടിയാണ് നമുക്ക് ആധികാരികമായിട്ടുള്ള ശാസ്ത്രീയ ലേഖനങ്ങൾ, സയൻറ്റിഫിക് ആർട്ടിക്കിൾസ് ലഭിക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്നുള്ളത് ഓപ്ഷൻ സി, semanticscholar.org എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം പരിശോധിക്കാം. ഡേറ്റ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട് സോഫ്റ്റ്വെയറുകൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത തരത്തിൽ വലിയ ഡേറ്റകൾ, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ ഡേറ്റകളെ, ആ ഒരു ഡേറ്റ സെറ്റുകളെ എന്താണ് പറയുന്നത്? നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കാം. ബിഗ് ഡേറ്റ, ഡിജിറ്റൽ അസറ്റ്, IoT, മെറ്റാവേഴ്സ്. IoT മെറ്റാവേഴ്സും നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ IoT മെറ്റാവേഴ്സുമല്ല. ഇനി ബിഗ് ഡേറ്റയും ഡിജിറ്റൽ അസറ്റും. ഈ ഡിജിറ്റൽ അസറ്റ് എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഡിജിറ്റൽ അസറ്റ് എന്നത് വാല്യൂ ഉള്ള, ഡിജിറ്റലായിട്ട് തന്നെ നിലനിൽക്കുന്ന, ഫിസിക്കലായിട്ടില്ലാതെ ഡിജിറ്റലായി നിലനിൽക്കുന്ന മൂല്യമുള്ള, വിലയുള്ള വസ്തുക്കളെയാണ് ഡിജിറ്റൽ അസറ്റുകൾ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസാണ് ഡിജിറ്റൽ കറൻസികൾ, ഡിജിറ്റൽ വാലറ്റുകൾ. ഇപ്പോൾ പേടിഎമ്മിലും ഗൂഗിൾ പേയിലും ആമസോൺ പേയിലും ഒക്കെ തന്നെ നമുക്ക് ഡിജിറ്റൽ വാലറ്റുകളുണ്ട്. അപ്പോൾ അത്തരം ഡിജിറ്റൽ വാലറ്റുകൾ, അതിൻ്റെ വാല്യൂസ്, അതിൻ്റെ പോയിൻറ്റുകൾ ഒക്കെ തന്നെ ഡിജിറ്റൽ അസറ്റാണ്. അതുപോലെ ഷോപ്പിങ്ങിൽ ലഭിക്കുന്ന പോയിൻറ്റുകൾ, റിവാർഡുകൾ, അതുപോലെ NFT എന്നുള്ളത് ഡിജിറ്റൽ വെർഷൻസാണ്. ഒരു മ്യൂസിക്കിൻ്റെ ഡിജിറ്റൽ കോപ്പി, അതുപോലെ ഒരു ഡിജിറ്റൽ പെയിൻറ്റിങ്, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫ്സ്, വീഡിയോസ്. അപ്പോൾ ഇതെല്ലാം തന്നെ NFT വിഭാഗത്തിൽ വരുന്നതാണ്. നോൺ ഫംഗിബിൾ ടോക്കൺസ് എന്നുള്ളതാണ്. അതായത് വാല്യുബിൾ ആയിട്ടുള്ള സൈബർ വേൾഡിൽ നിൽക്കുന്ന ഇത്തരം വസ്തുക്കളാണ് NFT. മറ്റൊന്നാണ് ക്രിപ്റ്റോ കറൻസി. ഇതെല്ലാമാണ് ഡിജിറ്റൽ അസറ്റ് എന്ന വിഭാഗത്തിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ അതിനെക്കുറിച്ചിട്ടുള്ളതല്ല, വലിയ ഡേറ്റയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ എ, ബിഗ് ഡേറ്റ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം.
ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഭാഗം പറയുന്നുണ്ട്. നമുക്ക് കാണാം 2.5 ക്വിൻറ്റിലിയൻസ് ബൈറ്റ്സ് ഡേറ്റയാണ് ഓരോ ദിവസവും ഉണ്ടായി വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യാൻ കഴിയാത്ത അത്രയും വലിയ ഡേറ്റകളെയാണ് ഇവിടെ ബിഗ് ഡേറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോംപ്ലക്സ് ഡേറ്റ സെറ്റുകളാണ് ഈ ബിഗ് ഡേറ്റ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ബിഗ് ഡേറ്റ എന്നുള്ളതാണ്. ഇനി ഇവിടെ സൈബർ സ്പേസിൻ്റെ ഭാഗമായിട്ട് വരാത്തത് ഇൻ്റർനെറ്റ് കണക്ഷനുള്ള കമ്പ്യൂട്ടർ സൈബർ സ്പേസിൻ്റെ ഭാഗമാണ്. ഓൺലൈനായിട്ടുള്ള മെസ്സേജുകൾ വരുന്നു, ഓൺലൈൻ ട്രേഡിങ്, ഇതെല്ലാം സൈബർ സ്പേസാണ്. സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ഒരിക്കലും ഈ സൈബർ സ്പേസിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഗവേഷണ ആവശ്യങ്ങൾക്ക് റിസർച്ചിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ് ഏതാണ്? നമുക്കറിയാം Kerala.gov.in കേരള ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. web.whatsapp എന്നുള്ള വാട്സാപ്പ് വെബ്സൈറ്റിൽ നമ്മൾ ഡെസ്ക്ടോപ്പിൽ കാണുന്നതിനുള്ള വെബ്സൈറ്റാണ്. ജെമിനി എന്നുള്ളത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. നമുക്ക് ഡീറ്റെയിൽസൊക്കെ അതിൽ നിന്നും ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളൂ. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഗവേഷണ പ്രബന്ധങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നത് scholar.google.com എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സൈബർ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇതിലേതാണ് സൈബർ ഐഡൻറ്റിറ്റിയുമായി ബന്ധമില്ലാത്തത്? സോഷ്യൽ മീഡിയ പ്രൊഫൈൽ കണക്ഷൻ ഉള്ളതാണ്. വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നു, അത് സൈബർ ഐഡൻറ്റിറ്റിയുമായി ബന്ധമുണ്ട്. അതുപോലെ ഓൺലൈൻ നടത്തുന്ന ബിസിനസ്, ഇതെല്ലാം ബന്ധമുണ്ട്. ബന്ധമില്ലാതെ വരുന്നത് ഓഫ്ലൈനായി നമ്മുടെ സിസ്റ്റത്തിൽ ഓൺലൈനായിട്ടൊരു ബന്ധമില്ലാതെ നടക്കുന്ന വീഡിയോ എഡിറ്റിംഗ് ആണ് ഇതിനെ ബന്ധമില്ലാത്തൊരു ഘടകം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മറ്റൊരു ചോദ്യം പരിശോധിക്കാം. അമിതമായി ഓവറായി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ രോഗങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള കൃത്യമായിട്ടുള്ള ജോഡി ഏതാണ്, കറക്റ്റ് പെയർ ഏതാണെന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ 4 ഡിസീസുകളെക്കുറിച്ച്, 4 രോഗങ്ങളെക്കുറിച്ച് കാണാം. ഗെയിമിംഗ് ഡിസോർഡർ, സൈബർ കോൺട്രിയ, ഫോമോ, നോഫോബിയ. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ളതെന്ന് നോക്കാം. അതിനു മുമ്പ് ഇത് 4 നമുക്കൊന്ന് അറിഞ്ഞിരിക്കുന്ന നന്നായിരിക്കും. ഫോമോ എന്നുദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും പോസ്റ്റ് ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിൽ ഇടപെടാതെ വരുന്നത് കൊണ്ടോ ഉണ്ടാകുന്ന ഒരു ആങ്ഷൈറ്റിയാണ് ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്നത്. ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട് അമിതമായി ഗെയിം കളിക്കുന്നത് വഴി ഉണ്ടാകുന്ന ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പറ്റാതെ വരിക, പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക തുടങ്ങിയ അവസ്ഥ വരുന്ന രോഗത്തെയാണ് ഗെയിമിംഗ് ഡിസോർഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് സൈബർ കോൺട്രിയ. സൈബർ കോൺട്രിയ എന്നുള്ളത് ആവശ്യമില്ലാതെ നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ട് രോഗലക്ഷണങ്ങൾ സെർച്ച് ചെയ്ത് എനിക്ക് ആ രോഗമാണോ എന്ന് സംശയമുണ്ടാകുന്ന രോഗ കണ്ടീഷനെയാണ് സൈബർ കോൺട്രിയ. മറ്റൊന്നാണ് നോമോഫോബിയ, നോ മൊബൈൽ ഫോബിയ. മൊബൈൽ കയ്യിലില്ലാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു ഫിയറിനെ, ഒരു പേടി, ആങ്ഷൈറ്റിയാണ് നോമോഫോബിയ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓരോന്ന് ചെക്ക് ചെയ്യാം. സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഡിസീസിൻ്റെ പേര് ഫോമോ എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ ശരിയായിട്ടുള്ള ജോഡിയല്ല. മെഡിക്കൽ വിവരങ്ങൾക്കായി അമിതമായി ഓൺലൈൻ സൈറ്റുകളെ ആശ്രയിക്കുന്നതാണ് സൈബർ കോൺട്രി. ഇത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഫോമോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അമിതമായി ഗെയിമിൽ മുഴുകുന്ന അവസ്ഥയെ ഗെയിമിംഗ് ഡിസോർഡർ എന്നാണ് വിളിക്കുന്നത്. മൊബൈൽ ഫോൺ ഇല്ലാത്ത അവസ്ഥയെ നോമോഫോബിയ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ജോഡിയായി വരുന്നത് ഓപ്ഷൻ ബി സൈബർ കോൺട്രിയ എന്നുള്ളതാണ്. മറ്റൊന്നാണ് പേഴ്സണൽ ഡേറ്റ സൈബർ സ്പേസിലേക്ക് നമ്മുടെ പേഴ്സണൽ ഡേറ്റ എത്തുന്നത് ഏതൊക്കെ മാർഗ്ഗങ്ങളിലൂടെയാണ്? ഇവിടെ 5 മാർഗ്ഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഓഫ്ലൈനായി സിനിമ ടിക്കറ്റ് വാങ്ങിക്കുമ്പോൾ ഓൺലൈനായിട്ട് ഡീറ്റെയിൽസ് പോകുന്നില്ല. അതുപോലെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കുമ്പോൾ വരുന്നില്ല. കടയിൽ നിന്ന് നേരിട്ട് സാധനം വാങ്ങിക്കുമ്പോൾ വരുന്നില്ല. ഓൺലൈനായി ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ, അതുപോലെ ഓൺലൈനായി നമ്മൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഒക്കെയാണ്. അപ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇവിടെ സൈബർ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ രേഖ, ഒരു ഡീറ്റെയിൽസ് എന്താണ് നമുക്ക് നോക്കാം. കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സൈബർ ഐഡൻറ്റിറ്റിയുമായിട്ട് ബന്ധമുള്ളത്? ലൈബ്രറി കാർഡ് ഓൺലൈനുമായി ബന്ധമുള്ളതല്ല. ബാങ്ക് പാസ്ബുക്ക് ഓൺലൈനായി ബന്ധമുള്ളതല്ല. അതുപോലെ വോട്ടർ സ്ലിപ്പും ബന്ധമുള്ളതല്ല. സോഷ്യൽ മീഡിയ പ്രൊഫൈലും അതുപോലെ ഇമെയിൽ ഐഡിയുമാണ് നമ്മളുടെ ഓൺലൈൻ ഒരു ഐഡൻറ്റിറ്റി. അതുകൊണ്ട് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം. ഇതുവരെ വീഡിയോ ഉണ്ട്. ഇവർക്കും നന്ദി, നമസ്കാരം.